ചൈതന്യ കടുങ്കാപ്പി തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിജയരാജൻ കയറി വന്നു. ശിവൻ അവനെ സ്വീകരിച്ചിരുത്തി. ഇപ്പോൾ ഒട്ടൊരു ആശ്വാസം തോന്നുന്നു, ശിവൻ പറഞ്ഞു. താമസസ്ഥലം എങ്ങനെയുണ്ട്? 2 പേർക്ക് തങ്ങിയാൽ മതിയല്ലോ. ധാരാളം. മുറിയിൽ വൈദ്യുതി ഉണ്ടായിരുന്നത് ഭാഗ്യമായി. ഫാനില്ല, മൂളിപ്പറക്കുന്ന കൊതുകുകൾ. ശിവൻ ഒരു കൊതുകുതിരി കത്തിച്ചു. തൽക്കാലം ആശ്വാസമുണ്ട്. ചൈതന്യ 3 ഗ്ലാസുകളിലായി കാപ്പി പകർന്നു. ആ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ തന്നെ 4-5 മുറികൾ കൂടിയുണ്ട്. തടികൾ കൊണ്ടുണ്ടാക്കിയതാണ് 2ാം നില. അവിടേക്ക് കടക്കാനുള്ള ഏകമാർഗം കുടുസു കോവണി മാത്രം. വീതി കുറഞ്ഞ വരാന്ത, ചെളിപിടിച്ച കൈവരികൾ. മറ്റു മുറികളിലെല്ലാം താമസക്കാരുണ്ട്, കുടുംബമായും അല്ലാതെയും കഴിയുന്നവർ. പുറത്ത് ഇരുൾ പരന്നു കഴിഞ്ഞു. അതോടൊപ്പം അടുത്ത മുറിയിൽ മദ്യത്തിൽ കുതിർന്ന ശബ്ദങ്ങളും പൊട്ടിച്ചിരികളും അവർ കേട്ടു. വിജയരാജൻ എണീറ്റ് വാതിൽ ചാരി. വാതിൽ തുറന്നിട്ടിരിക്കരുത്, ഒക്കെ കള്ളപ്പരീക്ഷകളാ. തരം കിട്ടിയാൽ എന്തും അടിച്ചുകൊണ്ടുപോകും. വിജയരാജൻ തുടർന്നു. രാത്രിയിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ പുറത്ത് എന്ത് നടന്നാലും ശ്രദ്ധിക്കാതിരിക്കുകയാണ് ഉചിതം. ശിവനും ചൈതന്യയും കേട്ടിരുന്നു. ചൈതന്യ മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ കഴിവതും ജീവിക്കണം. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. അയാൾ കാപ്പി രുചിച്ചു നോക്കി. നല്ല കൈപുണ്യം. ഇത്രയും നല്ല മധുരമുള്ള കാപ്പി നാട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പോഴാ. ചൈതന്യം മന്ദഹസിച്ചു. ഞാനിറങ്ങട്ടെ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോകാം. ഇന്നത്തെ ഭക്ഷണം ഇവിടെ നിന്നാകട്ടെ. ശിവൻ വിജയരാജനെ പിടിച്ചിരുത്തി. ഏതായാലും ഞങ്ങൾ താമസമായ ആദ്യ ദിവസമല്ലേ? വിജയരാജൻ അനുകൂലിച്ചു. താഴെ വാഹനങ്ങൾ വന്നു നിൽക്കുകയോ പോകുകയോ ഒക്കെ ചെയ്യുന്നത് കേട്ടു. സന്ധ്യ കഴിഞ്ഞാൽ ഇവിടെ ബഹളമാണ്. സമൂഹത്തിലെ ഉന്നതന്മാരുടെ തനിനിറങ്ങൾ ഇവിടെ കാണാം. MLA-മാർ മുതൽ താഴേക്കുള്ള രാഷ്ട്രീയക്കാരും SP മുതൽ താഴേക്കുള്ള നിയമപാലകരും സമൂഹത്തിലെ അധപതനങ്ങൾക്കെതിരെ നിരന്തരം മുറവിളിക്കൂട്ടുന്ന സാഹിത്യകാരന്മാർ വരെ ഇവിടെ എത്തുന്നു. അർദ്ധരാത്രി വരെ തിക്കും തിരക്കും. ഇവിടുത്തെ വായുവിന് പോലും മദ്യത്തിൻ്റെ ഗന്ധമാണ്. താഴെ എന്തോ ബഹളം. ബ്രോക്കർമാർ തമ്മിൽ അടിപിടിയും കത്തിക്കുത്തും വരെ ഇവിടെ നടക്കാറുണ്ട്. എന്തായാലും എന്താ, തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിലും പണമുണ്ടാക്കാൻ ഒരു കൂട്ടർ, അത് അനുഭവിച്ചു തീർക്കുവാൻ മറ്റൊരു കൂട്ടർ. വിജയരാജൻ്റെ വാക്കുകളിൽ രോഷം നിറഞ്ഞു നിന്നിരുന്നു. ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് ചിന്തയില്ലേ? ശരിയാണ്. കനകമ്മയെ കയ്യേൽക്കേണ്ടി വന്നതിൻ്റെ അടുത്ത നാളുകളിലൊക്കെ ഞാൻ ചിന്തിച്ചതും ഈയൊരു കാര്യം തന്നെയായിരുന്നു. പക്ഷേ നാട്ടിൽ വന്നാൽ ഞാൻ എങ്ങനെ കഴിയും? വീട്ടിലുള്ളവരുടെ വീർത്തുകെട്ടിയ മുഖവും പരിഹാസവചനങ്ങളും കേൾക്കണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ എനിക്കൊരു ദിവസം ഒരു പൈസ പോലും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ ഭാര്യ വ്യഭിചരിച്ചുണ്ടാക്കുന്നത് കൊണ്ട് വയറ്റിൽ നിലവില്ലാതെ കിടന്നുറങ്ങാൻ കഴിയും. വിജയരാജൻ്റെ സ്വരം പതറി. അവനെ ആശ്വസിപ്പിക്കാൻ ശിവന് വാക്കുകൾ കിട്ടിയില്ല. ഈ സമയം അല്പം അകലെ ശാരദയുടെ നഴ്സിംഗ് ഹോമിന് മുന്നിൽ മൂടിയില്ലാത്ത ആ ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നും അബ്കാരി കോൺട്രാക്ടർ ആൽബർട്ട് ഇറങ്ങിയപ്പോഴേക്കും ശാരദ റോഡിലേക്ക് ഓടിയെത്തിക്കഴിഞ്ഞു. അയാൾ അവരുടെ അരയിൽ കൈചുറ്റിക്കൊണ്ട് അകത്തേക്ക് കയറി. ശാരദ അയാൾക്ക് വിരുന്നൊരുക്കി വച്ചിരിക്കുകയായിരുന്നു. ഈടെയായി എന്നെ വേണ്ട അല്ലേ? ശാരദ പരിഭവിച്ചു. ഇന്ന് വരുമെന്ന് വന്നു പറഞ്ഞ പയ്യനെ ഞാൻ ശരിക്കൊന്ന് വിരട്ടിയാ വിട്ടത്. ഓ, നിന്റെ കുമ്പസാരം കേട്ടാൽ തോന്നും ഞാൻ മാത്രമേ ഇവിടെ വരുന്നുള്ളെന്ന്. മറ്റു പലരും ഇവിടെ കയറി ഇറങ്ങുന്നത് ഞാൻ അറിയുന്നില്ലെന്ന് നീ കരുതണ്ട. എന്താ പൊന്നെ പറയുന്നത്? ശാരദ ആൽബർട്ടിനെ കെട്ടിപ്പിടിച്ചു. അവരുടെ കണ്ണുകളിൽ നനവ്. എനിക്കും ജീവിക്കേണ്ടായോ? എന്നാലും ആൾക്കാർ പറയുന്നത് ഞാൻ ആൽബർട്ട് മുതലാളിയുടെ മാത്രമാണെന്നാ. അതെന്തുമായിക്കൊള്ളട്ടെ, നീ വല്ലതും എടുത്തു വയ്ക്ക്. ശാരദ വിസ്കി കുപ്പിയും സോഡകളും ഗ്ലാസും ഒക്കെ എടുത്തു വച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. തിരികെ വന്നത് പൊരിച്ച കോഴിയുമായാണ്. ആ ചൂടുകോഴിയുടെ മണം ആൽബർട്ടിന് ഇഷ്ടപ്പെട്ടു. അയാൾ രുചിയോടെ തീറ്റയും കുടിയും തുടങ്ങി. ഇടയ്ക്കിടെ ശാരദയും ഓരോ സ്മോൾ അകത്താക്കുന്നുണ്ട്. 2 പേർക്കും ലഹരിയായി. ഒരു പാമ്പിനെ പോലെ ശാരദ അയാളെ കെട്ടിപ്പിടിച്ചു. പിന്നെ കിടക്കയിലേക്ക് മറിഞ്ഞു. അവരുടെ കാൽ തട്ടി ടീപ്പോയിലിരുന്ന മദ്യക്കുപ്പിയും മറ്റും തറയിൽ വീണ് ചിതറി. ഇരുവരും മറ്റൊന്നും ശ്രദ്ധിച്ചില്ല. രതിയുടെ ഉത്തുംഗ ശൃംഗത്തിലേക്ക് ഉയരുകയായിരുന്നു അവർ. പ്രായം ഇത്രയായിട്ടും കിടപ്പറയിൽ ശാരദ ഒരു കാട്ടുപന്നിയാണെന്ന് ആൽബർട്ടിന് തോന്നി. രാത്രിയുടെ യാമങ്ങൾ പിന്നിട്ടുകൊണ്ടിരുന്നു. തളർച്ചയിൽ അർദ്ധമയക്കത്തോടെ കിടക്കുമ്പോൾ ആൽബർട്ട് ശാരദയോട് തിരക്കി. ഇന്നിവിടെ നിന്നിരുന്ന ആ പെണ്ണും ചെറുക്കനും ഏതാ? വരത്തര. തുടർന്ന് ചൈതന്യയിൽ നിന്നും ശാരദ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ആൽബർട്ടിനെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ. അയാൾ പിറുപിറുത്തു. കമലയുടെ വാടകമുറിയിൽ അവർ താമസം തുടങ്ങി. ഓഹോ, എന്താ തിരക്കിയത്? അവൾ കൊള്ളാം, എനിക്ക് മനസ്സിലായി. നീ എങ്ങനെയും അവളെ വഴിപ്പെടുത്തി തരണം. അത് ഞാൻ ഏറ്റു. പക്ഷേ എനിക്കെന്ത് തരും? എന്തും. ഈ വേശ്യത്തെരുവിൽ വന്നുപെട്ടവൾ വഴിപ്പെടാതെ എവിടെ പോകാനാ? അതല്ല, കഴിയുന്നത്രയും വേഗത്തിൽ വേണം. കാരണം കമലയ്ക്കും അവളിൽ കണ്ണു കാണും. പോരെങ്കിൽ മജീദ് ദാദയും ഇപ്പോൾ അവളെപ്പറ്റി അറിഞ്ഞിരിക്കും. അത് ഞാൻ ഏറ്റെന്നേ. മിക്കവാറും നാളെ രാവിലെ അവനും അവളും ഇവിടെ വരും മരുന്ന് പുരട്ടുവാൻ. കാര്യം നടക്കണം. ഇപ്പോഴെന്താ എൻ്റെ കാര്യത്തിൽ ഇത്ര സംശയം? ശാരദ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? നേരായ വഴിക്ക് സാധിച്ചില്ലെങ്കിൽ ചതി. കാര്യം നേടുന്നതിന് ശാരദ ഏതു മാർഗവും സ്വീകരിച്ചിരിക്കും. അതെനിക്കറിയാം. ആൽബർട്ട് വീണ്ടും ശാരദയെ കെട്ടിപ്പുണർന്നു. ഒപ്പം 10 രൂപയുടെ ഒരു കെട്ടുനോട്ട് അവരുടെ കയ്യിൽ വച്ചു കൊടുത്തു.